നമസ്തേ. ഭാരതത്തിൽ കലാപം സൃഷ്ടിക്കാനും അസ്ഥിരപ്പെടുത്താനുമായുള്ള ശ്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പല തരത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന്റെ ഏറ്റവും പുതിയ രൂപമാണ് പാറ്റകളുടേത്. പാറ്റകൾക്ക് പിന്നിൽ പ്രതിപക്ഷമാണ് എന്നുള്ളതിന്റെ തെളിവുകൾ ചൂലും ഭ്രാന്തലുമെല്ലാം കാണിച്ചു തരുന്നുണ്ട്. മുഹമ്മദ് അഫ്സൽ ഖാൻ ബീഹാറിലെ പാട്നയിൽ കോച്ചിംഗ് സെന്റർ നടത്തുന്നു. 2 ദിവസം മുൻപ് രാത്രിയിൽ ഇവന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരോ വെടിയുതിർത്തിരുന്നു. പോലീസ് അന്വേഷണത്തിൽ അത് ഇവന്റെ തന്നെ ആൾക്കാരാണെന്ന് കണ്ടുപിടിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദുരൂഹതയും ഫണ്ടിങ്ങുമെല്ലാം ഇപ്പോൾ അന്വേഷണത്തിലാണ്. സൗരവ് ദാസ് പാറ്റകളുടെ നാഷണൽ സ്പോർട്സ് പേഴ്സണൽ. 2024 മുതൽ പാറ്റകൾക്ക് പുലിറ്റ്സർ സെന്ററുകളിൽ നിന്നും ഗ്രാന്റ് ലഭിക്കുന്നുണ്ട്. ജേർണലിസ്റ്റുകൾക്ക് ഫണ്ടിംഗ് കൊടുക്കുന്ന ഒരു US ബേസ്ഡ് NGO ആണ് പുലിറ്റ്സർ. പപ്പുവിന്റെ അമ്മാവന്റെ കമ്പനിയും ഇതിന്റെ ഫണ്ടിംഗ് നൽകുന്നുണ്ടെന്നറിയുന്നു. ധ്രുവ് റാത്തി എന്ന ഹിന്ദു കപട നാമധാരിയുടെ ശരിയായ പേര് ബദറുദ്ദീൻ റാഷിദ്. ജനനം ലാഹോറിൽ. ഭാര്യ ക്രിസ്ത്യൻ കപട നാമധാരി ജൂലി. ശരിയായ പേര് സുലേഖ. പാകിസ്ഥാനിൽ സുരക്ഷിതരായി ആഡംബര ജീവിതം നയിക്കുന്നു. ഭാരതത്തെ ഏതു വിധേനയും അസ്ഥിരപ്പെടുത്തുന്നതിനായി പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ടിംഗ് കിട്ടുന്നുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. 6-ാം തീയതി രാവിലെ 11 മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞ അമേരിക്കയിലുള്ള അഭിജിത് ദീപ്കെ, വിജേത ദാഹ്യ, അശുതോഷ് റാങ്കി തുടങ്ങിയ പാറ്റ, പഴുതാര, പാമ്പ് തുടങ്ങിയവയെല്ലാം കെജ്രിവിന്റെ പിന്തുണക്കാർ തന്നെ. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നതിൽ തുടങ്ങി ഉമർ ഖാലിദ് എന്ന ഭീകരവാദിയെ ജയിൽ മോചിതനാക്കി ഭാരതത്തെ കഷ്ണമാക്കണം എന്നതാണ് ലക്ഷ്യം. ഇത്തരത്തിലുള്ള ദേശദ്രോഹികളുടെ വാക്കു കേട്ട് കാശ് വാങ്ങി ഇവരുടെ പിന്നാലെ പോയാൽ ആജീവനാന്തം ജയിലിൽ കഴിയാം.